ഹായ് ഫ്രണ്ട്സ്, ഈ മഴക്കാലത്ത് പവർ കട്ടാണോ നിങ്ങളുടെ പ്രോബ്ലം? പവർ കട്ടിന് ഉത്തമ പരിഹാരം ആമറോൺ ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസ്. നിങ്ങൾക്ക് സ്വന്തമായി ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചാലോ? വരൂ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് 1250 വാട്ട്സിൻ്റെ ഇൻവെർട്ടറും 200 എച്ച് ബാറ്ററിയുമാണ്. ബാറ്ററിയുടെ വാട്ടർ ലെവൽ അറിയാനുള്ള നോബാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. നോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാപ്പ് ഊരി മാറ്റിയ ശേഷം 6 നോബുണ്ട്. 6 നോബും സെറ്റ് ചെയ്യുക. ഇൻവെർട്ടറിൽ നിന്ന് ബാറ്ററിയിലേക്ക് വരുന്ന 2 ലീഡുകളാണുള്ളത്. ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും. റെഡ് വയർ ബാറ്ററിയിൽ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. ആ പോസ്റ്റിൽ റെഡ് വയർ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലാക്ക് വയർ ഒരു മൈനസ് ചിഹ്നമുണ്ട്. ആ പോസ്റ്റിൽ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ബ്ലാക്ക് വയർ സെറ്റ് ചെയ്യുക. റെഡ് വയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് വയറും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററിയുടെ പോസ്റ്റിൽ റെഡ് ആൻഡ് ബ്ലാക്ക് വയർ സെറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റിൽ പ്രഷർ വളരെയധികം കുറച്ച് വേണം പോസ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രഷർ ഓവറായി കഴിഞ്ഞാൽ പോസ്റ്റ് കട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ടെർമിനൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടൈറ്റിൽ ടെർമിനൽ കണക്ട് ചെയ്യുക. ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് ചാർജ് കയറുന്ന സമയത്ത് ബാറ്ററിയിൽ പ്രോപ്പറായിട്ട് ചാർജ് കയറാതെ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യുക. സ്വിച്ച് ബോർഡിൽ നമുക്ക് 2 ഫ്ലഗ് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ഫ്ലഗാണ് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് സർക്യൂട്ട് വരുന്നത്. സെക്കൻഡ് ഫ്ലഗ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ട് പോകുന്നതാണ്. നമുക്ക് ഇൻവെർട്ടർ കണക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഫ്ലഗിൽ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യുക. സെക്കൻഡ് ഫ്ലഗിൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. ഇൻവെർട്ടറിൽ കുറച്ച് LED ലൈറ്റുകൾ തെളിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ഗ്രീൻ LED തെളിയുന്നത് KCBയുടെ കറണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ബാറ്ററിയിൽ ചാർജ് കയറുന്നതാണ്. അതിൽ യെല്ലോ ലൈറ്റ് കാണുന്നത് ഇൻവെർട്ടറിൽ നിന്നുമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. KCBയുടെ കറണ്ട് വരുമ്പോൾ യെല്ലോ ലൈറ്റ് ഓഫ് ആകുകയും പഴയ പോലെ തന്നെ മെയിൻ ലൈറ്റ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇൻവെർട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. വയറിങ്ങിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഇൻവെർട്ടറിന്റെ പോയിന്റ് പണ്ട് വയറിങ്ങുകാർ ചെയ്തിരിക്കുന്നത് വാട്ട്സ് ബേസിന്റെ അടിയിലാണ്. അങ്ങനെ ഒരിക്കലും ഇൻവെർട്ടറിന്റെ പോയിന്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളിവിടെ ഇൻവെർട്ടർ ഇപ്പം ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കസ്റ്റമർ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് വാട്ട്സ് ബേസിനേക്കാളും ഒരു 2-3 അടി ഹൈറ്റിൽ എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് ഫിറ്റാക്കിയിട്ട് അവർ അവിടെ തന്നെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റിൽ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് വാഷ് ബേസിനിൽ കൈ കഴുകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും തെറിക്കത്തില്ല. അപ്പോൾ ഫുൾ സേഫ്റ്റിയാണ്. ഈ വീഡിയോയിൽ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് സർക്യൂട്ട് ഔട്ട്പുട്ട് സർക്യൂട്ടൊന്നും നമുക്ക് വിശദമായിട്ട് കാണിക്കാൻ കഴിയാതിരുന്നത്. ഓൾറെഡി വയറിങ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് നമുക്കത് വിശദമായി കാണിക്കാൻ കഴിയാതിരുന്നത്. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് സർക്യൂട്ട് ഔട്ട്പുട്ട് സർക്യൂട്ട് അതുപോലെ തന്നെ മോട്ടറിന്റെ സർക്യൂട്ട് ഫ്രിഡ്ജിന്റെ സർക്യൂട്ട് പവർ പ്ലഗിന്റെ സർക്യൂട്ട് ഇതെല്ലാം വലിക്കുന്ന വീഡിയോ വിശദമായി നമ്മൾ കാണിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ 8606437818.